പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ഥൗല്യം അഥവാ പുണ്ണത്തടി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇന്ന് ഒത്തിരി ആൾക്കാർ ചികിത്സ തേടി വരുന്നതും ഒരു അവസ്ഥ തന്നെയാണ് സ്ഥൗല്യം എന്ന ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന അമിതമായ വണ്ണമുണ്ട അവസ്ഥ. അത് നമ്മളെല്ലാവർക്കും ഒരേപോലെ അല്ല ചികിത്സാവിധി ചെയ്യുന്നതെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ത് കാരണത്താലാണ് ആ വ്യക്തിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് നോക്കിയിട്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള മരുന്നും പുറമേയുള്ള ചികിത്സാവിധികളും ആയുർവേദം വർണ്ണിക്കുന്നത്. എല്ലാവർക്കും ഒരു കോമണായൊരു ചികിത്സാവിധി ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം എന്ത് കാരണത്താലാണ് വന്നതെന്നുള്ളത് ആദ്യം പരിശോധിച്ചതിന് ശേഷം മാത്രം അതനുസരിച്ചുള്ള മരുന്നുകളും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ പുറമേയുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചികിത്സാ വിധികൾ വിസ്തരിക്കുന്നത്. ഇതിനകത്ത് പൊതുവേ നമ്മൾ അമിതമായ സെഡൻഡറി ഒരു നേച്ചർ കൊണ്ടുണ്ടായിരിക്കുന്ന സ്ഥൗല്യമാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് രൂക്ഷ ചികിത്സ എന്ന് ആയുർവേദം പറയും. അതായത് നമ്മൾ ഈ മേധസ്സിനെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചികിത്സാ വിധികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉദ്വർത്തനം എന്ന് പറയുന്ന പൊടി കൊണ്ട് നമ്മൾ രോമകൂമങ്ങൾക്ക് വിപരീതമായി തടവുന്ന ഒരു ചികിത്സാ വിധിയാണ്. അതിൽ നമ്മൾ പൊടി ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന കോലകുളത്താതി എന്ന ചൂർണ്ണം ഉപയോഗിക്കാറുണ്ട്. അതിലല്ലാതെ തന്നെ ത്രിഫലാചൂർണ്ണം തന്നെ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ മുതിരയും ഭസ്മവും മാത്രം ചില കേസുകളിൽ ഉപയോഗിക്കാറുണ്ട്. പലതരം നമ്മൾ രോഗാവസ്ഥയ്ക്കനുസരിച്ചും വ്യക്തിക്കനുസരിച്ചും അത് ചികിത്സകൾ നമ്മൾ ഈ പൊടികളുടെ ഇത് മാറാറുണ്ട്. അതുകൂടാതെ ചികിത്സാവിധി ധാന്യാമ്ലം എന്ന് പറയുന്ന ഒരു ഫെർമെൻറ്റഡ് ലിക്വിഡ് പ്രോഡക്റ്റ് ഉണ്ട്. അതും ഈ പൊടി ഉപയോഗിച്ച് തീർന്നതിന് ഉത്കർഷണം എന്നാണ് ശരിക്കും ആ ഒരു ചികിത്സാവിധിയുടെ പേര്. അതും ഇതിനകത്ത് ചെയ്യുന്നൊരു വളരെ ഈ അമിത സ്ഥൗല്യത്തിൽ നമ്മൾ ചെയ്യുന്നൊരു ചികിത്സാ വിധിയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ധാന്യാമ്ല ധാര ഇതിനകത്തൊരു ചികിത്സാ വിധിയായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ചില രൂക്ഷമായ കഷായങ്ങൾ കൊണ്ടുള്ള ധാരയും നമ്മൾ ഈ സ്ഥൗല്യത്തിന് ചെയ്യുന്നൊരു ചികിത്സാ വിധിയാണ്. ഇതിൽ എക്സ്റ്റേണൽ ചികിത്സകൾ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ചികിത്സാവിധികൾ കൊണ്ട് മാത്രം നമുക്ക് പരിഹരിക്കാവുന്നൊരു അവസ്ഥയല്ല ഈ സ്ഥൗല്യം എന്ന് പറയുന്നത്. ഉള്ളിലേക്കുള്ള മരുന്നും രോഗിയുടെ ഈ ആൾക്കാർ ആഹാരത്തിലുള്ള വ്യതിയാനം വരുത്തുകയും അതുപോലെ വ്യായാമ മുറകൾ ഉപയോഗിക്കുകയും കൂടെ ചെയ്താൽ ഈ 4 കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് പൊതുവേ സ്ഥൗല്യ അവസ്ഥയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഈ സ്ഥൗല്യം അല്ലാതെ ഈ ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതനുസരിച്ച് ഉള്ളിലേക്കുള്ള മരുന്നുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇതിനകത്ത് പൊതുവേ നമ്മൾ ഉള്ളിലേക്ക് വരാസനാദി എന്ന കഷായം കൊടുക്കാറുണ്ട്, വരണാദി എന്ന കഷായം കൊടുക്കാറുണ്ട്. അത് രോഗിക്കും രോഗത്തിനും അനുസരിച്ചുള്ള കഷായങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അല്ല മേധോഹര ഗുഗ്ഗുലു എന്നൊരു മരുന്നുണ്ട്, വ്യോഷാദി ഗുഗ്ഗുലു എന്നുള്ള മരുന്ന് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതിനുപരി തന്നെ സ്ഥൗല്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ തന്നെ നമ്മൾ ആഹാരവും വിഹാരവും രണ്ടും ആയുർവേദം പറയുന്നുണ്ട്. ആഹാരം തന്നെ അമിതമായി കൊഴുപ്പുള്ള ആഹാരം മാത്രമല്ല നമുക്ക് വണ്ണത്തിന് ആധാരം. മധുരപ്രധാനമായ ആഹാരങ്ങളും വെയിറ്റിനെ അല്ലെങ്കിൽ ഇതിനെ കൂട്ടുന്നു എന്ന് ആയുർവേദത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. മധുരരസത്തെ പറ്റി ആയുർവേദത്തിൽ വർണ്ണിക്കുമ്പോൾ തന്നെ സ്ഥൗല്യം അതിനകത്തൊരു രോഗവർണ്ണനയായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിഹാരങ്ങളിൽ നമുക്ക് ഇതിനകത്ത് വ്യായാമം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കോമണായൊരു വിധിയല്ല. ഒരാൾക്ക് പറ്റുന്ന അത്രയും മാത്രമാണ് വ്യായാമം ആയുർവേദം വിധിക്കുന്നത്. അർദ്ധശക്തി വരെ വ്യായാമം ചെയ്യണമെന്നാണ് ആയുർവേദം വിധിക്കുന്നത്. അതായത് നമ്മുടെ നെറ്റിയിൽ വേർപ്പ് വരുമ്പോഴും സ്തനങ്ങൾക്കിടയിൽ വേർപ്പ് വരുമ്പോഴും കക്ഷങ്ങളിൽ വേർപ്പ് വരുമ്പോഴും അത് നമ്മളുടെ ശക്തിയുടെ പകുതി നമ്മൾ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കി അവിടെ വച്ച് വ്യായാമം നിർത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. വ്യായാമ വിധികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ ഒരാൾ അരമണിക്കൂർ അല്ലെങ്കിൽ എനിക്കും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചെയ്യാമെന്നൊരു കാഴ്ചപ്പാട് ആയുർവേദത്തിന് ഒരിക്കലുമില്ല. വ്യക്തിക്കനുസരിച്ച് ഈ സമയം, കാരണം ഈ ലക്ഷണം അയാൾക്ക് എപ്പോൾ കാണുന്നുവോ അപ്പോൾ അയാൾ വ്യായാമത്തിൽ നിന്ന് പിന്മാറേണ്ടതാണ്. ആഹാരവും വിഹാരവും മരുന്നും ഈ പുറമേയുള്ള ചികിത്സാ വിധികളും കൊണ്ടാണ് നമുക്ക് സ്ഥൗല്യം എന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ.